ജോർജ് സാറിൻ്റെ സിനിമകൾ വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ജനപ്രിയങ്ങളായ വ്യത്യസ്തങ്ങളായ ഒരുപാട് നല്ല നല്ല സിനിമകൾ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു തന്ന മറ്റൊരു സംവിധായകനാണ് ശ്രീ മോഹൻ. മോഹൻ സാറാണ് സമാഗമത്തിലെ അടുത്ത അതിഥി. ഞാൻ ബഹുമാനപൂർവ്വം മോഹൻ സാറിനെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയല്ലേ ജോർജ് സാറിൻ്റെ മോഹൻ സാറിൻ്റെ സിനിമകൾ വന്നുകൊണ്ടിരുന്നത്? ഒരേ കാലഘട്ടത്തിലാണ് സിനിമ വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഫസ്റ്റ് സിനിമ 75-ലാണ്. മോഹൻ്റെ എന്നായിരുന്നു? എന്നേക്കാൾ സീനിയർ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഓടം 78. അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ മദ്രാസിൽ വെച്ച് പതിവായി കാണുന്ന ആൾക്കാരായിരുന്നു. അതായത് ഏതാണ്ട് ഇതിനു വേണ്ടി ഇങ്ങനെ അസ്പയർ ചെയ്ത് നടക്കുന്ന കാലഘട്ടം ഉണ്ടല്ലോ. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരുമിച്ച് ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ട്. അല്ലല്ലേ, നിങ്ങൾ ജോർജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന് ഉമാ ലോഡ്ജിൽ താമസിക്കുന്ന കാലത്ത് ഞാൻ ഉമാ ലോഡ്ജിൽ സിനിമയും കോളേജ് വിദ്യാഭ്യാസവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ജീവിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ശരി. അപ്പം ഇങ്ങനെ കാര്യാട്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. അതേ സമയത്ത് ഞാൻ അതേ പ്രൊഡക്ഷനിൽ തന്നെ വേറൊരു പടം വർക്ക് ചെയ്യുന്നുണ്ട്. ജോർജ് ഒക്കെ പടം ചെയ്യുന്ന കാലത്ത് എനിക്കൊക്കെ ഒരു ആഗ്രഹമുള്ളൊരു സ്റ്റൈലിലാണ് ജോർജ് ചെയ്യുന്നത്. ജോർജിനെയൊക്കെ ഒരു റോൾ മോഡലായി കണ്ട ഒരു ക്യാരക്ടറാണ് ഞാൻ. ശരിക്കും നിങ്ങൾ തമ്മിലൊരു സുഹൃത്ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ ഓഫ് കോഴ്സ് മോഹനൊക്കെ മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡയറക്ടറാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ഒരു പേഴ്സണലായ ബന്ധം ആരംഭിക്കുന്നത് ഡേവിഡ് കാശപ്പള്ളിയുമായിട്ടുള്ള കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ, അതായത് കാര്യാട്ടിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രധാന ആളായിരുന്നു ഡേവിഡ് കാശപ്പള്ളി. അന്ന് കാര്യാട്ടിൻ്റെ ഡ്രൈവറായിരുന്നു കാശപ്പള്ളി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി അദ്ദേഹത്തിന് ഈ സിനിമയിൽ അപ്പം ആ ഗ്രൂപ്പിലായതുകൊണ്ടാണ് ഡേവിഡ് ഇന്നും നല്ല സിനിമകൾ നിർമ്മിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം മോഹൻ്റെ ഒരു സിനിമ മറ്റേ നെടുമുടി വേണും ഒക്കെ അനുവദിച്ച സിനിമ വീട്ടിൽ പറയും മുമ്പേ അതിൻ്റെ ഷൂട്ടിംഗ് അടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡാണ്. അല്ല, അതിൽ ഞാൻ പ്രത്യേകിച്ച് വേറൊരു കാര്യം ഞാനാ പറയേണ്ടത്. കാരണം ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് 1-2 ദിവസം ഷൂട്ടിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നാട്ടിൽ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മകൻ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു, അത് അറ്റൻഡ് ചെയ്യണം. അതേസമയത്ത് അന്ന് വരെ ഒരു പടം വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം എന്നെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് എനിക്ക് ഇങ്ങനെ ഏൽപ്പിച്ച് പോകാനുള്ള ഒരു വിശ്വാസത ഉണ്ടായി. ഞാൻ അത് ഇങ്ങനെ ഏൽപ്പിച്ചു. ആ പടത്തിൽ ഞാൻ എടുത്ത ഭാഗം ഏതാണ്, ജോർജ് എടുത്തത് എന്താണെന്നുള്ള കാര്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറയും മുമ്പൈയിലാണ് അധികമൊന്നുമില്ല, 4-5 സീൻ എടുത്ത് കാണും. അത് പ്രേം നസീറും ലക്ഷ്മിയും ഇൻവോൾവ് ആയിട്ടുള്ള സീനുകൾ. പക്ഷേ സാധാരണ ആൾക്കാർ ഒന്നിലേ ഒന്ന് ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ എടുക്കുമ്പോൾ വേറെ ഒരു നിലയ്ക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിനോട് മാച്ച് ചെയ്ത് പോകാമെന്ന് പറഞ്ഞൊരു സംഭവം ഈ സംവിധായകനോട് ആ സംവിധായകൻ കാണിക്കേണ്ടതായിട്ടുള്ള വലിയൊരു കടപ്പാടാണ്. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല. പിന്നെ ഒരു നല്ല ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ആരാധനയും അങ്ങോട്ടുണ്ടായിരുന്നു. ഞാനും അങ്ങനെ ആവാൻ ആഗ്രഹിച്ച ഒരാൾ കൂടിയായിരുന്നല്ലോ. അല്ല, ഇന്നിപ്പോൾ നമ്മൾ പലതിനും വേണ്ടി പല രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുന്നു. അതനുസരിച്ച് സിനിമ അവസാനിക്കേണ്ടടുത്ത് നിന്ന് തുടങ്ങുന്ന പോലെയൊക്കെയാണ് ഇപ്പോഴത്തെ പല സിനിമകളുടെയും പോക്ക്. മറ്റേത് അങ്ങനെയല്ലല്ലോ. ഒരു കഥ കണ്ടെത്തുന്നു, ആ കഥയ്ക്കനുസൃതമായ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നു, അതിൽ നിന്നൊരു സിനിമ ഉണ്ടാകും. അങ്ങനെയല്ലേ അന്നൊക്കെ ചെയ്തിരുന്നല്ലേ? പക്ഷെ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ മോഹൻ സാറിന് എങ്ങനെയാണ് എപ്പോഴെങ്കിലും ഒരു കഥ സ്ട്രൈക്ക് ചെയ്യുന്നത്? ഏത് രീതിയിലാണ്? ഇപ്പോൾ വാടക വീട് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ സിനിമയായി കാണുന്നതിന് മുമ്പേ ഞാൻ 2 പെൺകുട്ടികൾ വായിച്ചിട്ടുണ്ട്. അന്ന് ചിത്രകാർത്തിക എന്ന് പറഞ്ഞൊരു മാസികയിൽ അതിങ്ങനെ സീരിയലൈസ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ 2 പെൺകുട്ടികൾ എന്നുള്ള കഥ ഞാൻ വായിച്ചപ്പോൾ ഒരിക്കലും എനിക്ക് മനസ്സിൽ തോന്നിയിട്ടില്ല ഇതൊരു സിനിമയായി വരാൻ പോകുന്നു ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ച കഥ സീരിയലൈസ് ചെയ്ത് ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് ഞാനിപ്പോഴും പറയുന്നത്. ശരിയാണ്, അങ്ങനത്തെ തീം സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ ആ സിനിമയുടെ വേറൊരു വലിയൊരു ഗുണമുണ്ട്. അതായത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ 2 പെൺകുട്ടികളുണ്ട്. അതിൽ പാടിയോ? അല്ല, നല്ലൊരു നർത്തകിയെ ഒരു സഹധർമ്മിണിയെ കിട്ടിയില്ലേ അനുപമേ? അതെ അതെ, ഡാൻസ് പഠിക്കുന്ന പാർട്ടിയായിരുന്നു. വാട്ട് ഈസ് സിനിമ എന്നറിയാൻ വേണ്ടി സിനിമയിൽ പോകുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സന്ദർഭത്തിന് ഒരു പടത്തിലും കൂടി അഭിനയിച്ചു. വാടക വീടിൻ്റെ ലാസ്റ്റ് ഡേ കല്യാണം ഫിക്സ് ചെയ്തു.